ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും നെക്സ്റ്റ് വീക്ക് പ്രോമോയിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് വീക്ക് പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെയും വേദയുടെയും വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ അച്ഛമ്മ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛമ്മയെ കണ്ടതും വേദയും കമലയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ നന്ദനിക്ക് അതൊട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രം അങ്ങോട്ട് വരാണ്. വിക്രമിനെ കണ്ടതും അച്ഛമ്മ പറയാണ്, വിവാഹ സമയത്ത് നീ എന്തെങ്കിലും ഉടായ്പ കാട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ തീരുമാനമാക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഒന്നും മറുപടി പറയാനില്ലാതെ വിക്രം ഇങ്ങനെ പരുങ്ങി നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം ഇങ്ങനെ നിൽക്കുന്നത് നോക്കിയിട്ട് കളിയാക്കുന്ന രീതിയിൽ വേദ നോക്കിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ശേഷം അകത്തേക്ക് വരുന്ന അച്ഛമ്മ വേദയുടെ കയ്യിലായിട്ട് ഒരു പെട്ടി കൊടുക്കുകയാണ്. ആ പെട്ടി വേദ തുറന്നു നോക്കുമ്പോൾ ഫുൾ ആഭരണങ്ങളായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ബാക്കിലുള്ള നന്ദിനി ആകെ ഇങ്ങനെ ഷോക്കായിട്ട് വായ തുറന്ന് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അച്ഛമ്മ അപ്പോൾ വേദയോടായിട്ട് പറയാണ്, വിവാഹത്തിനുള്ള നിനക്കുള്ള സമ്മാനമാണ് എൻ്റെ വക ഇത്. മാത്രമല്ല നീ അന്ന് വളരെയധികം സുന്ദരിയായിട്ട് റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവളെ ആശീർവദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അപ്പമോളയും കൊണ്ട് വിക്രമും വേദയും കൂടെ ഒരു ഔട്ടിങ് പോവുകയാണ്. അവിടെ വെച്ച് അവർ വളരെയധികം സന്തോഷത്തോടെ കളിക്കുന്നൊക്കെ ഉണ്ട് കണ്ണു പൊത്തിയിട്ട്. അപ്പോൾ വിക്രം വേദയെ അപ്പമോളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ കേട്ടോ. ശേഷം അപ്പുമോളയും വേദയും വീട്ടിലാക്കിയ ശേഷം വിക്രം ഞാൻ ഇപ്പോൾ വരാം, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വിക്രം വലിയൊരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിക്രമിന് നേരെ ഒരു ചെറിയൊരു അപകടം, ആക്സിഡന്റ് തന്നെ ഉണ്ടാവുകയാണ്. ഒരു ഓട്ടോ വന്നിട്ട് വിക്രമിന് നേരെ ഇടിക്കുകയാണ്. അങ്ങനെ വിക്രം തൻ്റെ ബൈക്കിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീഴുന്നതായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേദ ഇതേ സമയം വിക്രമ് പോയിട്ട് ഒത്തിരി നേരമായാലോ, വിക്രമിന് എന്താ കാണാത്തെന്ന് പറഞ്ഞിട്ട് ഗേറ്റിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ വീണ് കിടക്കുന്ന വിക്രമിനെ രക്ഷിക്കാനായിട്ട് അവിടെ എത്തുന്നത് രാധയുടെ കൂട്ടുകാരി ജിനിയാണ്. ശേഷം ജിനി രാധയെ അറിയിക്കുകയും രണ്ടാളും കൂടെ അവരെ വിക്രമിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിവരം നമ്മുടെ രാധ വിക്രമിൻ്റെ വീട്ടുകാരെ അറിയിക്കുന്നില്ല. കാരണം 2 ദിവസം കഴിഞ്ഞാൽ വിക്രമിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ, അതായത് വിവാഹം നടത്തുന്നുണ്ടെന്ന് അവൾക്കറിയാം. അപ്പോൾ ആ ഒരു ചടങ്ങിൽ എന്തായാലും വിക്രം എത്തരുത് അവൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു വിഷയം മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ ജിനി നമ്മുടെ വേദയ്ക്ക് കുറേ വട്ടം ഫോൺ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വേദ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം വിക്രം പോയ ടെൻഷൻ, വിക്രമിനെ കാണാനില്ല, കല്യാണത്തിനാണെങ്കിൽ 2 ദിവസമേ ഉള്ളൂ, വീട്ടിലാണെങ്കിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. അപ്പോൾ അവൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവളുടെ കണ്ണിൽ അത് പെടുകയാണ്. അതായത് ജിനി തന്നെ കുറേ വട്ടം ഫോൺ വിളിച്ചതായിട്ട് കാണുകയാണ് വേദ. ശേഷം വേദ കോൾ ചെയ്ത് വിവരം അറിഞ്ഞപ്പോഴാണ് വിക്രമിന് ഇതിനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുകയായിരുന്നെന്നും രാധ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നോക്കുകയാണെന്നും മനസ്സിലായത്. ശേഷം രാധയുടെ വീട്ടിലേക്ക് നമ്മുടെ മുത്തശ്ശിയും അതോടൊപ്പം തന്നെ വേദയും പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി, അതായത് അച്ഛമ്മ വേദയോട് പറയുന്നുണ്ട്, ഇനിയാണ് എൻ്റെ ആക്ഷൻ നീ കാണാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ശേഷം രാധയുടെ വീട്ടിൽ പോകുമ്പോൾ അവൾ അവിടെ എത്തിയിട്ടില്ല, ഹോസ്പിറ്റലിൽ തന്നെയാണ് എന്ന് വിവരം അവരറിയാണ്. ശേഷം അച്ഛമ്മയും വേദയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വിക്രമിനെ കാണുമ്പോൾ വിക്രം ഇവരെ കണ്ടിട്ട് വളരെയധികം ഷോക്കാവുന്നുണ്ട്. ശേഷം മുത്തശ്ശി നല്ലപോലെ വഴക്കൊക്കെ പറഞ്ഞിട്ട് വിക്രമിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയാണ്. രാധയെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് വിക്രമിനെ അവിടെ നിന്ന് മുത്തശ്ശി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് കേട്ടോ. വീട്ടിൽ എത്തിയ ശേഷം നമ്മുടെ വേദ വിക്രമിനോടായിട്ട് പറയാണ്, മറ്റന്നാളെ നമ്മുടെ വിവാഹമാണ്, അതോടുകൂടി എനിക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി എനിക്ക് ബ്ലഡ് കുടിക്കാമല്ലോ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ടൊരു യക്ഷിനെ പോലെ സ്വയം അഭിനയിച്ചിട്ട് വേദ കുറേ മന്ത്രമൊക്കെ ഓതിയിട്ട് വിക്രമിൻ്റെ നേരെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുകയാണ്. വിക്രമാവട്ടെ ഇവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാത്ത പോലെ അവളെ പേടിച്ചിട്ട് നിൽക്കുന്ന പോലെ പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ വേദ വളരെയധികം സുന്ദരിയായിട്ട് കല്യാണത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. ഒരു ഫംഗ്ഷൻ്റെ മൂഡിലാണ് എല്ലാവരും അവിടെ. ഡാൻസും പാട്ടുമായിട്ട് എല്ലാവരും നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും വിവാഹത്തിന് റെഡിയായി. ഇനി വിവാഹം നടക്കുമോ ഇല്ലയെന്ന് നമുക്ക് എപ്പിസോഡുകളിലൂടെ കാണാം. താങ്ക്